ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വരുണ്ട് കാറിടിച്ചിട്ട് ഇങ്ങനെ തല ഉയർത്താൻ പറ്റാതെ ഇങ്ങനെ വേദനിച്ചിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വീഴുന്നുണ്ട്. അവനിങ്ങനെ അങ്ങോട്ട് തല പൊക്കി നോക്കാൻ പറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ പ്രിയങ്ക ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വരും തല പൊക്കി നോക്കിയിട്ട് വീണ്ടും തല പൊങ്ങാനാവാതെ സ്റ്റീറിങ്ങുകൾക്ക് തന്നെ തല ചായച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് പ്രിയങ്ക അവിടുന്ന് ബാഗ് എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനിടയിലാണ് രാധികയും യശോദയും ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും വരുൺ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ രാധിക ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയുന്നുണ്ട്, ചേട്ടാ വണ്ടി ഒന്ന് നിർത്തി, എന്നിട്ട് അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുണ്ട നിപ്പ് കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നിയ രാധികയും യശോദയും വണ്ടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി മോനെ എന്നിങ്ങനെ പറയുമ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് മുട്ടി അമ്മയെന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടല്ലോ, അയ്യോ മോനെ ശ്രദ്ധിക്കണ്ടേ എന്നിങ്ങനെ യശോദ പറയുന്നുണ്ട്. രാധികയ്ക്കും ആകെ എന്തോ നെഞ്ചിടിപ്പ് വരുന്നുണ്ട്, ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയതാ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ബ്ലഡ് വരുന്ന ഹോസ്പിറ്റലിൽ പോകാമെന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട പോകണ്ട, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. വീണ്ടും മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുമ്പോൾ രാധിക ദേഷ്യത്തോടു കൂടി പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകാമെന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ ഭയങ്കര അധികാരത്തോടുകൂടി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് യശോദയും വരുണിങ്ങനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ രാധികയെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ വരുൺ ശരി പോവാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രാധികയും യശോദയും മോട്ടോർസൈക്കിൾ നടക്കുമ്പോൾ വരുൺ വേഗം രാധികയ്ക്ക് പിന്നാലായിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് നടുവിലായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ അനുസരണമുള്ള കുഞ്ഞുണ്ട്. വേഗം രാധികയുടെ അടുത്ത് തന്നെ അവർക്ക് രണ്ടാൾക്കും നടുവിലായിട്ട് കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു രാധിക ഇങ്ങനെ നോക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ശ്രദ്ധിക്കാൻ വീണ്ടും അവർ ശ്രദ്ധ മാറ്റുന്നുണ്ട്. വീണ്ടും രാധിക ഇങ്ങനെ നോക്കി ഓരോന്നൊക്കെ ആംഗ്യ ഭാഷ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. വരുൺ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയത്, വേറെ വണ്ടിയുമേൽ ഇടിച്ചതാണോ അതോ സ്വയം വണ്ടി ഇടിച്ചതാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ വണ്ടിയുമൊന്നുമല്ല എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് തെന്നി മാറിയതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല വേറെ വണ്ടിയുമേൽ ഇടിച്ചതാണെങ്കിൽ നമുക്കിങ്ങനെ പോലീസിലൊരു ഇത് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വരുൺ. അപ്പോൾ അതല്ല എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു കാര്യമുള്ളത്, വണ്ടിയും ഇതൊക്കെ റോട്ടിൽ രാജാക്കന്മാരാണെന്ന് അവരെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ച് തന്നെയാണ് മാഡം, വണ്ടി ഓടിക്കരുത്, ഒരു അബദ്ധം പറ്റിയതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിനിടയിൽ രാധികയും യശോദയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ തരാം, അതിനിടയിൽ നിന്നിട്ടില്ലെങ്കിൽ വേറെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ യശോദ എന്നോട് പറയുന്നുണ്ട്, പ്രിയങ്ക വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്കേനെ വിളിക്കുന്ന മാതിരി ഇങ്ങനെ വരും പറയും, എന്തിനാണ് വിളിക്കുന്നത്, പ്രിയങ്കയ്ക്ക് പകരം ഇവിടെ ആളുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ യശോദ ഒരു നിമിഷം ഇങ്ങനെ രാധികയെ നോക്കുന്നുണ്ട്, രാധികയെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ അമ്മ കേൾക്കിച്ചില്ല പറയാം, അല്ല നിങ്ങളൊക്കെ ഉണ്ടെന്നല്ല എന്നാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രിയങ്കനെ വിളിക്കുന്നുണ്ട്. പക്ഷേ പ്രിയങ്ക ആ സമയത്ത് ഓരോ ഓട്ടോ പിടിച്ചിട്ട് നേരെ കണിമംഗലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ആ കോൾ എടുക്കുന്നില്ല. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് യശോദ പറയും, മോനെ ഈ സമയത്തൊക്കെ അല്ല അവൾ വേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോൾ പറയും, ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യശോദ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാധിക നിൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധികയോട് താൻ തുടച്ചതായോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രാധിക പഞ്ഞെടുത്തിട്ട് അവൻ്റെ മൂക്കിൽ താടിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നത് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അതിനുള്ള യശോദ കയറി വരുന്നുണ്ട്. പെട്ടെന്ന് രാധിക ഇങ്ങനെ കൈ മാറ്റുന്നുണ്ട് വരുണിൻ്റെ തലയിൽ നിന്ന്. പിന്നെ കാണിക്കുന്നത് പ്രിയങ്ക ഒരു ഓട്ടോ വിളിച്ച് നേരെ കണിമംഗലത്തേക്ക് പോയി അവിടെ ഇറങ്ങി നേരെ ഒരു ഇതുമില്ലാണ്ട് ഇങ്ങനെ നടന്നിങ്ങനെ അകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വരുണില്ലാണ്ട് കണിമംഗലത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുൺ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ച് അവൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ കൽപ്പയും ഉർവശിയും കാണുന്നത്. അങ്ങനെ കൽപ്പനയും ഉർവശിയും പ്രിയങ്കയെ വിളിക്കുന്നുണ്ട്. എന്തേ രണ്ടാളും പോയ പോക്ക് പോലെ അല്ലല്ലോ, രണ്ടാളും ഒരുമിച്ച് ഭയങ്കര സന്തോഷത്തിൽ പോയതാണല്ലോ, പിന്നെ എന്ത് പറ്റി ഒറ്റയ്ക്ക് ഇടയിൽ നിന്ന് തല്ലുകൂടി പിരിഞ്ഞു പോകുന്നതെന്നൊക്കെ, നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒരു അക്ഷരം നീ ഭയങ്കര പൊങ്ങച്ചം പറയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നിടക്കാക്കും മുത്തശ്ശിയും വരുന്നുണ്ട്, അമ്മയും വരുന്നത്. അപ്പോൾ എന്ത് പറ്റി എന്നിങ്ങനെ പറയുമ്പോൾ ദേ വന്നിരിക്കുന്നു, നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടു കൂടി പറഞ്ഞയച്ച നിങ്ങളുടെ മരുമകളും മകനെ കാണുന്നില്ല, ഇടയ്ക്ക് വെച്ച് തല്ലുകൂടി ഇറങ്ങിപ്പോകുന്നതാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, നിനക്കത് വല്ല ജാതകം നോക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കൽപ്പനയെ എതിർക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്ത് പറ്റി മോൾ എന്താണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, വരുൺ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവൾക്ക് പുറത്തേക്ക് പോയത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പനയോട് എന്ത് സാധനങ്ങളാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ കണ്ടാൽ പോരെ എന്നിങ്ങനെ
കൽപ്പനയും പറയുന്നുണ്ട്. ഇതിനിടയിൽ പ്രിയങ്ക ചവിട്ടിപ്പിടിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശിയും വരുണിൻ്റെ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രിയങ്ക ഓരോന്ന് അവരെ പറഞ്ഞ് കൽപ്പന അവരെ പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വിളക്ക് വെക്കുന്ന രാധികയാണ്. രാധിക വിളക്കൊക്കെ വെച്ച് തുളസിത്തറയിലും ഇങ്ങനെ വിളക്കൊക്കെ തെളിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ ജീവ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ നിന്നിട്ട് രാധികയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടത്ത് രാധിക പെട്ടെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നേരെ നോക്കുന്ന ജീവയെ പെട്ടെന്ന് രാധികയെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ജീവയോട് ചോദിക്കുക, എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ജീവ പറയും, എനിക്ക് മനസ്സിന് സമാധാനം, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിന്നോട് പറയാനാണ്. നീ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ എനിക്കതിനൊരു ഞാൻ എൻ്റെ മനസ്സിലും സ്വപ്നം കണ്ട പെണ്ണാണ് നീ ഇനി വേറെ നിനക്ക് ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാറിയാലും ഞാനതൊന്നും വിശ്വസിക്കില്ല എന്നിങ്ങനെ ജീവ പറയുന്നുണ്ട്. അങ്ങനെ രാധിക പറയുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്തല്ലേ, ഇവിടെ ഞാൻ മാത്രമല്ല അച്ഛനും അവരെല്ലാവരും കൂടെ ഉണ്ട്, അവരൊക്കെ കണ്ടാൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജീവ ഒട്ടും സമ്മതിക്കുന്നില്ല. ജീവയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നാളെയും കൊണ്ടുവരുമ്പോൾ നീ ഒന്ന് സമ്മതം മാത്രം മൂളിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നിടയ്ക്ക് മുത്തശ്ശി ഇങ്ങനെ പുറത്തേക്കായി വരുന്നുണ്ട്. മുത്തശ്ശി പുറത്ത് വന്നിട്ട് ഇവർ നിൽക്കുന്ന ഒരു ഭാഗത്തെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.